നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പി വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അദ്ദേഹത്തിന് ഒരു സ്റ്റോണുണ്ട്, അടുത്തുള്ള ആശുപത്രി കാണിച്ചു, സ്റ്റോണുണ്ട്, യൂറിട്രിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുള്ളി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ലേസർ കൊണ്ട് പൊടിക്കുന്നതാണ് നല്ലതെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം ലേസറിൻ്റെ ഫെസിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇത് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു, ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ലേസർ കൊണ്ടുള്ള കല്ല് പൊടിക്കുന്നതും മറ്റതിൽ നിന്നും നല്ലതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ലേസർ ലിത്തോട്രിപ്സിയാണ് നമ്മൾ സാധാരണയുള്ള കൺവെൻഷണൽ ലിത്തോട്രിപ്സിക്കാട്ടിൽ ബെറ്റർ. കാരണം ഇപ്പോൾ ഈ സ്റ്റോൺ വന്നിട്ട് യൂറിട്രിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ കല്ല് പൊടിക്കുന്നത് ഷോക്ക് അടിച്ചിട്ടാണ് ഈ കല്ല് പൊടിക്കുന്നത്. അതായത് ഈ കല്ലിലോട്ട് ചെന്നൊരു ഷോക്കിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ ഷോക്കിൻ്റെ ഇഫക്റ്റ് വരുമ്പോൾ ഈ കല്ല് പൊടിയും. കല്ല് പൊടിയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊടികളാക്കി കഴിഞ്ഞാൽ ഇത് മൂത്രത്തിൽ കൂടെ പോകും. അതാണ് അതിൻ്റെ നോർമൽ മെക്കാനിസം. എന്നാൽ ഇത് ഈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രയാസം, ഇപ്പോൾ കിഡ്നിയുടെ തൊട്ടടുത്തൊക്കെ ഇരിക്കുന്ന സ്റ്റോൺ ആണെങ്കിൽ ഈ ഷോക്കിൻ്റെ ഇഫക്റ്റ് ചെയ്യുമ്പോൾ ഈ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ കല്ല് പൊടിയുന്നതിന് പകരം ഇത് മൈഗ്രേറ്റ് ചെയ്ത് ചിലപ്പോൾ കിഡ്നിയിലോട്ട് പോകും. കിഡ്നിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊടിക്കാനായിട്ട് കുറച്ചുകൂടെ പ്രയാസമാണ്. അതായത് കിഡ്നിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെക്സിബിൾ യൂറിട്രോസ്കോപ്പോ അങ്ങനെയൊക്കെ വെച്ച് വേണം ഈ കല്ല് കണ്ടുപിടിച്ചിട്ട് കല്ല് പൊടിക്കാനായിട്ടുള്ളത്. ഈ ലേസറൊക്കെ ആണെങ്കിൽ ലേസറിന് ഒരിക്കലും ഈ കല്ലിനെ തള്ളി വിടുന്ന ആ ഫോഴ്സ് ഇല്ല. ലേസർ എപ്പോഴും ഈ കല്ലിനെ അട്രാക്റ്റ് ചെയ്തിട്ട് പൊടിച്ച് കുറച്ച് പൗഡർ പോലാക്കും. പൗഡർ പോലാക്കിയിട്ട് സ്റ്റോൺ മൈഗ്രേഷൻ ഒഴിവാകും. എത്ര ഹാർഡായിട്ടുള്ള സ്റ്റോണും ഈ ലേസർ വെച്ച് പൊടിയും.